ഇന്നേ ചെറിയൊരു വിളവെടുപ്പാണ്. ബീൻസ് ആണ് നമുക്ക് വിളവെടുക്കാനുള്ളത്. അപ്പൊ നമ്മളെ വള്ളി ബീൻസ് നോക്ക്, ഇഷ്ടം പോലെ ബീൻസുകളായിട്ടുണ്ട്. എവിടെയൊക്കെ നോക്കിതാ കുറേ ഉണ്ട്. നമുക്ക് ആ ബീൻസുകളൊക്കെ നമുക്ക് പറിച്ചെടുക്കണം. ആദ്യം തന്നെ നമ്മളെ ബീൻസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതിന് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ബീൻസിന്റെ. നമ്മൾ ഇതിന്റെ വള്ളി പടർത്താൻ വേണ്ടിയിട്ട് കയറൊക്കെ കെട്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന രീതിയിട്ട്. അപ്പൊ അതിലൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മൾ വള്ളികളൊക്കെ പടർന്ന് പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ ഭാഗത്തൊക്കെ നോക്ക്, നല്ല രസം അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടന്നു പോകാനൊക്കെ കാണാനൊക്കെ കേട്ടോ. അപ്പൊ ഇങ്ങോട്ട് പോകാൻ കാണിച്ചു തരാം. അപ്പൊ ഇങ്ങോട്ടൊക്കെ കൂടുതൽ ബീൻസുകൾ ഉണ്ട്. അതൊക്കെ നമ്മൾ ഓരോ സ്ഥലം ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ വിളവെടുത്ത് ഇങ്ങനെ വരണം. ഇത് കണ്ടില്ലേ, കറക്റ്റ് പാകമായ ബീൻസുകളാണ്. ഇവിടെയൊക്കെ ഉണ്ട്. കുറെ ചെറുതാവുന്നുണ്ട്, ഇഷ്ടംപോലെ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് ചേന നട്ടിട്ട് ചേനയൊക്കെ മുളച്ചു വരുന്നുണ്ട്. ഇവിടെയൊക്കെ ചേന കുറച്ച് ചീരയുടെ ഇടയ്ക്ക് പടുമുളയായിട്ട് ഇഷ്ടംപോലെ ചീര മുളച്ചിട്ട് അതൊക്കെ നമ്മൾ മുറിച്ചെടുത്ത് പിന്നെ ചീര മൂപ്പായപ്പോൾ നമ്മൾ ഒഴിവാക്കി. എന്നിട്ട് ഇവിടെയൊക്കെ ചേന മുളച്ചു വരുന്നേ ഉള്ളൂ. ഇതൊക്കെ ചേനയ്ക്ക് മുള വരുന്നേ ഉള്ളൂ. ഉണ്ടല്ലേ, ഇവിടെയൊക്കെ കുറച്ച് അപ്പുറത്തൊക്കെ നല്ല ചേന ആയിട്ടുണ്ട്. നോക്കി വരണം കേട്ടോ. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ഇതുപോലത്തെ സ്റ്റേ കെട്ടിയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് നടക്കാനൊക്കെ. നമ്മൾ വലിച്ചു കെട്ടിയിട്ടുണ്ട്. അതൊക്കെ കണ്ടില്ല, തൂണുകൾ വലിച്ചു കെട്ടിയത് കവുങ്ങിന്റെ തൂണല്ല നമ്മൾ വെച്ചു കൊടുത്തത്. അപ്പൊ നല്ല ടൈറ്റ് കിട്ടാൻ വേണ്ടി. ഇങ്ങോട്ടൊക്കെ നോക്കുക, ഇതുപോലെ ഓരോ ഏരിയയുടെ ഇടയ്ക്കും പോയിട്ട് നമുക്കിനി ബീൻസ് വിളവെടുക്കണം. അപ്പൊ ഇപ്പുറം സൈഡ് കണ്ടോ, ഇവിടെ കുറച്ച് സ്ഥലം ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ നട്ട സമയത്തേ ചീര അങ്ങോട്ട് കുറേ ചീര ഉണ്ടായിട്ട് നമ്മൾ നട്ട ബീൻസിന്റെ വള്ളി പോയി. പിന്നെ നമ്മൾ നട്ടിട്ട് ചെറിയ വള്ളി കയറി വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു ഒഴിവ് വന്നു കേട്ടോ. അതിനുകൊണ്ട് അത് അപ്പുറത്ത് നല്ല ഉണ്ടായിട്ടുണ്ട്. ഇതിന് അതിന്റെ അപ്പുറത്തുണ്ട്. അങ്ങനെ ലാസ്റ്റിൽ നമ്മൾ ചോളം നട്ടൊക്കെ ഉണ്ട്. നമുക്ക് വിളവെടുത്ത് പോകുമ്പോൾ ഇങ്ങനെ കാണിച്ചു തരാം. ഇവിടെ നോക്കി, ഈ ഒരു ഏരിയയിൽ നല്ല ചേന മുളച്ചിട്ടുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം വലുപ്പമുള്ള ചേനകളായിട്ടുണ്ട്. ചീര കുറവുള്ളടത്ത് ചേന നല്ല നന്നായി. ചീര കൂടിയപ്പം അവിടെ അതിന്റെ ഷെയ്ഡും കൂടെ വന്നിട്ടാണ് ചേന ഇതുപോലെ മുളയ്ക്കാൻ വൈകിയത് കേട്ടോ. ഇതൊക്കെ റെഡിയായി വരുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു തലേന്ന് അങ്ങനെ ബീൻസ് പറിച്ചു വരാം. അപ്പൊ നമുക്ക് ഇവിടുന്ന് തന്നെ ബീൻസ് പറിച്ചു തുടങ്ങാം. ഇവിടുന്ന് ആ തല വരെയാണ് നമ്മൾ ബീൻസ് നട്ടത്. ഇതുണ്ടല്ലേ, ഫസ്റ്റ് വിളവെടുപ്പാട്ടോ. ഇങ്ങനെ പൊട്ടിച്ചെടുക്കുക. നമ്മൾ ഇനം കണ്ടില്ലേ, സോളാർ ബീൻസ് ആട്ടത്. ഇനത്തിന്റെ പേര് സോളാർ എന്നാണ്. ഇതിന്റെ പൂക്കൾ കണ്ടില്ലേ, നല്ല വെള്ള പൂക്കളാണ്. നമ്മളെ നാടൻ ബീൻസിന് ഒരു വയലറ്റ് പൂവാണ്, റോസ് പോലെ ഒരു വയലറ്റ് ചേർന്നൊരു പൂവാണ്. ഇത് കണ്ടോ, നല്ല വെള്ള പൂവാണ്. ഇതാണ് കർണാടകത്തിലൊക്കെ കൂടുതലും കൃഷി ചെയ്യൽ കേട്ടോ. നമ്മളെ പച്ചക്കറി കടയിലൊക്കെ അധികം വരുന്നത് ഈ ബീൻസ് ആണ്. ഇതിന്റെ വിത്തൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ സോളാർ ബീൻസിന്റെ വിത്ത് ചോദിച്ചാൽ മതി. കണ്ടില്ല, നല്ല അടിപൊളി ബീൻസാ. നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ പറിച്ചിട്ട് ആ തല വരെ പോകാനുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ആയത് നോക്കിയിട്ട് അങ്ങനെ പറിച്ചെടുക്കണം. പിന്നെ ബീൻസൊക്കെ നമ്മൾ ആവുന്നതേ വേഗം പറിച്ചു കൊടുത്താൽ അടുത്തത് വേഗം ഉണ്ടായി കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആവുന്നത് ഇങ്ങനെ പറിച്ച് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ബീൻസ് കായ്ക്കലും കുറയും. ബീൻസും പയറൊക്കെ അങ്ങനെ തന്നെ. നമ്മൾ കുറച്ചൊന്ന് ആയി വരാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. അപ്പം ഏകദേശം എല്ലാ വള്ളിയിലും ഒരു റൗണ്ട് പറിക്കാനുള്ളൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് തന്നെ ആദ്യ വിളവെടുപ്പ് തുടങ്ങിയത്. ഇന്നിപ്പോൾ രാവിലെ കടയിൽ ചീര കൊടുക്കാൻ പോയപ്പോഴേ അവിടെ തട്ടിൽ ബീൻസ് ഒന്നും കണ്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ബീൻസ് ഇല്ലേന്ന് ചോദിച്ചു. സ്ഥിരമായിട്ട് നമ്മളെ കൂട്ടുകാരൻ്റെ കടയിലാണ് ചീര കൊടുക്കൽ. അപ്പം പറയും ബീൻസ് ഇപ്പോൾ എടുത്താൽ കൈ പൊള്ളും എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് വെച്ചപ്പോഴാണ് ബീൻസിന് റെക്കോർഡ് വിലയാണ്.
ഏകദേശം കടയിൽ 120 രൂപ കിലോയ്ക്കാണ് ഇപ്പോൾ വിൽക്കുന്നതെന്ന്. മാർക്കറ്റിൽ നല്ല റേറ്റ് കൂടിയിട്ടുണ്ട്. 150 വരെ പോയി. ഇന്ന് മാർക്കറ്റ് കുറച്ച് കുറഞ്ഞു, എന്നാലും 120 കിലോയ്ക്ക് വിൽക്കുന്നുണ്ടെന്ന്. അത് കേട്ടപ്പോൾ ഒന്നും കൂടെ സന്തോഷമായി. നമുക്ക് ഈ ഒരു സമയത്ത്, വിലയുള്ള സമയത്ത് നമുക്ക് അത്യാവശ്യം വിളവെടുക്കാൻ ബീൻസ് ഉണ്ടല്ലോ. അതായത് നമ്മളിപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇനി അങ്ങോട്ട് നമുക്ക് എന്തായാലും കുറച്ച് ബീൻസ് പറിക്കാൻ ഉണ്ടാവും കേട്ടോ. ഉണ്ടാവുന്നുള്ള പ്രതീക്ഷ ഉണ്ട്, ഉണ്ടായി കിട്ടട്ടെ. അല്ലെങ്കിലും ബീൻസിന് എപ്പോഴും ഒരു ആവറേജ് 60 രൂപയ്ക്ക് വില നിൽക്കലുണ്ട്. അപ്പോൾ ഞാൻ അത്രയ്ക്ക് വില ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. നമ്മൾ പച്ചക്കറി ഒന്നേ എന്തോ നല്ല സൂപ്പർ കടയിൽ നിന്ന് അങ്ങനെ വാങ്ങിക്കാത്തതുകൊണ്ട് നമ്മൾ ഇതിനൊന്നും വില അന്വേഷിക്കില്ല. കൊടുക്കാനുള്ളപ്പോൾ ചോദിക്കുന്നല്ലാതെ പിന്നെ ഇവിടെ വന്ന ആളുകൾ ഇങ്ങനെ വാങ്ങിച്ചു പോകുന്നതുകൊണ്ട് പൊതുവെ മാർക്കറ്റ് നമ്മൾ അങ്ങനെ അന്വേഷിക്കലില്ല. ഞങ്ങളെടുത്ത പണിക്കൊക്കെ വരുന്ന റിസ്കിനുള്ളൊരു വില അങ്ങനെ ഇട്ടിട്ടാണ് നമ്മൾ പച്ചക്കറിയൊക്കെ കൊടുക്കലുള്ളത്. ചെറിയൊരു ലാഭം കിട്ടും. പിന്നെ നമ്മളെ വീട്ടാവശ്യത്തിലുള്ള പച്ചക്കറി ഉണ്ടാവും. പിന്നെ ഒന്നും അങ്ങനെ വാങ്ങിക്കലില്ല. എന്തായാലും നല്ലൊരു കാര്യം കിട്ടി. ബീൻസിന് നല്ല വിലയുണ്ട്. ഇനി അങ്ങോട്ട് ചിലപ്പം എല്ലാ പച്ചക്കറിക്കും ഒന്നുകൂടെ വില വരും കേട്ടോ. വില കൂടും. പച്ചക്കറിക്കും എന്നല്ല, എല്ലാ സാധനത്തിനും വില കൂടും. ഇന്നും ഇപ്പം പെട്രോളിനും ഡീസലിനും വില കൂടിയുണ്ട്. അപ്പം അതിങ്ങനെ കൂടുന്നതനുസരിച്ച് എല്ലാ സാധനത്തിനും വില കൂടും. അപ്പോൾ നമുക്ക് ഇതൊക്കെ നല്ല അടിപൊളി ഇങ്ങനെ ഉണ്ടാവും സോളാർ. മറ്റേ സാധാ ബീൻസ് നമ്മൾ ചെയ്യുന്നത് കുറച്ച് വീതി ആയിരിക്കും. ഇത് ഒരു ഉരുളൻ എന്ന് പറയില്ല, നമ്മൾ റൗണ്ടിലാണിത്. നല്ലൊരു പയർ പോലെ തന്നെ ഈ ബീൻസിന്റെ ഒരു ഷേപ്പ് കണ്ടാലും. സോളാർ ബീൻസിന് പച്ചപ്പ് കുറയും കേട്ടോ. ഒരു വെള്ള പോലെ, നമ്മുടെ വെള്ള അങ്ങനെ പച്ച കുറവുള്ളതുകൊണ്ട് നമ്മൾ അധികം വെള്ള എന്നല്ല പറയാ. അതുപോലത്തെ ഒരു ബീൻസാണ്. ഇങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഒന്നാമത് ചീര ഉള്ളതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല ഇതിൻ്റെ ഉള്ളിലൊക്കെ ബീൻസ് ഇത്ര ആയതൊന്നും. ഇന്നലെയാണ് നമ്മൾ ചീരയൊക്കെ വെട്ടി പശുവിന് ഇട്ട് കൊടുത്തിട്ടോ. എന്താ വെച്ചാൽ ചീര ഇതുപോലെ പൂത്തിട്ടുണ്ടില്ല, ഇങ്ങനെ മൂപ്പായിപ്പോയി. പിന്നെ ചീര നിർത്തി കഴിഞ്ഞാൽ ബീൻസും കറക്റ്റ് ഉണ്ടാവില്ല. ഇതിനൊക്കെ നല്ല വെളിച്ചം വേണം. അപ്പോഴത്തേക്ക് നമ്മൾ ചേന ആയി വരും ചെയ്യും. ശരിക്കും ഇവിടെ നമ്മൾ ചേന നട്ട സ്ഥലമാണ്. അതിന് ആയി വരുന്നവരെ നമുക്ക് ഇടവേള ചെയ്യാന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ നട്ടുകൊടുത്തത്. നോക്ക് നല്ല ഭംഗിയാ പറയില്ലേ. സോളാർ ബീൻസ് കാണാൻ തന്നെ നല്ല ഭംഗിയാ. ഇത് വള്ളിയിൽ ഇണഞ്ഞു കിടക്കാനുള്ള ഒരു ബീൻസ്. ഒരു ഇതിന്റെ വിത്ത് നമ്മൾ വാങ്ങിച്ചതേ പഴം പച്ചക്കറി മാർക്കറ്റിൽ നിന്നാ. നമ്മളിവിടെ സൊസൈറ്റി ഉണ്ട്, അവിടെ നല്ല ഹൈബ്രിഡ് വിത്തുകൾ കിട്ടും. അവിടുന്ന് വാങ്ങിച്ച വിത്താട്ടോ. വിത്തൊക്കെ കറക്റ്റ് മുളച്ച്. പിന്നെ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ, പോയത് നമുക്ക് ചീര വന്നപ്പം അതിന്റെ ചോലയിലായി പോയിട്ടാണ് കുറെ അങ്ങനെ തൈകൾ ഇവിടെ അങ്ങനെ ഗ്യാപ്പ് വന്നു മുളച്ചു. പക്ഷെ അത് അതിൻ്റെ ഉള്ളിൽ കിടന്ന് കേടായിപ്പോയി. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതാ ഇതിന്റെ വിത്ത് എല്ലാം മൂപ്പിച്ചിട്ടൊക്കെ നടാം. പക്ഷെ അടുത്ത ബാച്ചിൽ ഉണ്ടാകുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യുക, ഉൽപ്പാദനം കുറയും. അതുകൊണ്ട് എപ്പോഴും ഹൈബ്രിഡിന്റെ വിത്തുകൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ എല്ലാ വർഷവും പുതിയ വിത്ത് തന്നെ വാങ്ങിക്കണം. അതവർക്കും അറിയാട്ടോ. അതുകൊണ്ടാണ് ഈ ഹൈബ്രിഡുകളൊന്നും നമ്മൾ ഇതിൽ നിന്ന് വിത്ത് എടുത്ത് വെച്ചാലൊന്നും പിന്നെ അങ്ങനെ കുറയുന്നതുകൊണ്ട് എല്ലാ സമയം നടുമ്പോഴും പയറാണെങ്കിൽ ഇതൊക്കെ പുതിയ വിത്ത് വാങ്ങിക്കുക. ഓക്കെ, അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഇതാണ് കറക്റ്റ്. നമ്മൾ ഒരുവിധം ആയതും കൂടെ എടുക്കുന്നുണ്ട്. 2 ദിവസം കഴിഞ്ഞാൽ പെട്ടെന്ന് മൂപ്പ് വരും. ഇത്രയൊക്കെ വില ഉണ്ടായിട്ടും നമ്മൾ ബീൻസ് ഈ ഒരു സ്ഥലത്ത് ചെയ്താൽ എന്താ പറയുക, കുരങ്ങിന്റെ ശല്യം കാരണം കേട്ടോ. ശരിക്കും നമ്മൾ ക്യാബേജ് ഒക്കെ നടുന്ന സ്ഥലത്തൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഇപ്പൊ ഈ ഒരു സമയത്ത് ഇത്ര വിലയും കൂടെ ഉണ്ടെങ്കിലല്ലോ എന്തായാലും നല്ലൊരു പൈസ ബീൻസും വിറ്റ് നമുക്ക് ഉണ്ടാക്കായിരുന്നു. പക്ഷെ കുരങ്ങിന്റെ ശല്യം കാരണം നമുക്ക് പയറും ബീൻസും ഒന്നും നമ്മളെ ബാക്ക് സൈഡ് നമ്മൾ വീടിന്റെ ബാക്ക് ഭാഗത്താണ് കൂടുതൽ നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുന്നത്. അവിടെ കുരങ്ങ് കഴിക്കാത്ത മുളക്, ക്യാബേജ് എന്താ അറിയില്ല, അങ്ങനെ കുരങ്ങ് കേട് വരുത്തുന്നില്ല. അപ്പം അങ്ങനത്തെ ഒക്കെ നടാൻ പറ്റുന്നുള്ളൂ. ആ സ്ഥലം ഇപ്പം നമ്മൾ ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെണ്ടുമല്ലിയാണ് അവിടെ ചെയ്യുന്നത്. അവിടെ ഇഷ്ടംപോലെ ഇപ്പോൾ ചീര പടുമുളയായിട്ട് മുളച്ചിട്ടുണ്ട്. പിന്നെ പടുമുള പറഞ്ഞിട്ടേ കമന്റ് വന്നിട്ടുണ്ട്. ഇത് വേറെ എന്തോ രീതി മുളയ്ക്കാന്ന് വെച്ചിട്ട് പടുമുള പറഞ്ഞ വേറെ എന്തോ രീതി എന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ പടുമുള എന്ന് പറയുന്നത് നമ്മളിവിടെയൊക്കെ നടാതെ ഉണ്ടാകുന്ന സാധനങ്ങൾ ഉണ്ടാവില്ല. അപ്പം മത്തനാണെങ്കിലും കുമ്പിളാണെങ്കിലൊക്കെ നമ്മൾ അറിയില്ല, വെറുതെ മുളയ്ക്കുന്നതിന് പടുമുള ഉണ്ടായി എന്ന് അറിയില്ല. അതുപോലെ വെറുതെ ഉണ്ടാകുന്നത് നമ്മളിവിടെ നട്ടു കൊടുത്തിട്ടല്ല ചീര ഉണ്ടാവുക. ഇവിടെയൊക്കെ ഇതുപോലെ വിത്ത് വീണിട്ട് ഞങ്ങൾ ഈ സ്ലെറിയൊക്കെ ഒഴിക്കുമ്പോൾ അങ്ങനെ സ്ലെറി മറ്റു ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതുപോലെ ഉണ്ടാകുന്നതാണ് ചീര. അപ്പൊ അതിനെയാണ് നമ്മൾ പടുമുള എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ചിലർക്ക് പടുമുള എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല, അതൊന്ന് പറഞ്ഞതാണ്. നമ്മളൊരു നാടൻ ഭാഷയാണ് ഈ പടുമുള. അപ്പൊ ഒരു കമന്റ് വന്നതാ, ഈ പടുമുള എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചിട്ട്. ഇവിടെ ഒന്നും അങ്ങനെ ആയിട്ടില്ല. ഇത് ഇവിടെ നല്ല ചീര ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് മാറ്റിയിട്ട് ഇനി ഇതൊക്കെ ആയി വരണം. താഴ്ഭാഗം നോക്കും ചേട്ടാ, മേലെ പറിച്ചു പോയിട്ട് താഴെ കൊണ്ടു നോക്കട്ടെ. ഇങ്ങനെയും കൂടെ നോക്കണം. ഇവിടെ ഒന്നും ആയതില്ലല്ലോ.
ഇവിടെ ഇരുന്നിട്ടാട്ടോ ബീൻസ് പറിക്കുന്നത്. ഇവിടെ നോക്ക് ചേന ആയത് നല്ല ഭംഗിയില്ലേ, ഇതൊരു ചേന അത്യാവശ്യം ഈ ഏരിയയിലാണ് ചേന ഒരേപോലെ മുളച്ചിട്ട് നല്ല വലുപ്പത്തിലായിട്ടുള്ളത്. അതിന്റെ ബാക്കിലുണ്ട് കേട്ടോ ചേന. ഇവിടെ നമ്മൾ ഇരുന്നിട്ടാണ് പറിക്കുന്നത്. എനിക്ക് ഇങ്ങനെ ചേന മുളയ്ക്കേണ്ട സമയമായി. അവിടെയൊക്കെ ചീര കൂടുതലായതുകൊണ്ടും പിന്നെ നമ്മുടെ ബീൻസിന്റെ ഒരു ഷെയ്ഡും വന്നോണ്ട് കേട്ടോ ചേന വൈകിയത്. അത് കുഴപ്പമില്ല, നമ്മൾ കറക്റ്റ് കുമ്പത്തിൽ നട്ടോണ്ട് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇവിടെ നല്ല ബീൻസും ഉണ്ട് കേട്ടോ. അതൊന്നും ഇത് എവിടെ ഇതാ നല്ല വലുപ്പത്തിൽ വന്നിട്ടുണ്ട്. അത് മൂപ്പായിട്ടില്ല കേട്ടോ, നമുക്ക് പൊട്ടിക്കുമ്പോ തന്നെ അറിയാം. ആദ്യം പറിച്ചതിലും ഭംഗി ഇതല്ലേ കാണാന് അല്ലേ. ഇതാണ് ആ ഷെയ്ഡ്, കറക്റ്റ് സോളാർ ഷെയ്ഡ് ഇതാണ്. ഞങ്ങൾ ആദ്യമൊക്കെ ബീൻസിനും പയറിനൊക്കെ അങ്ങനെ പടർത്താൻ വേണ്ടിയിട്ട് ഓടയുടെ കമ്പ് ഇങ്ങനെ കുത്തി കൊടുത്ത് നല്ല ഹൈറ്റ് ആയിരുന്നു. അപ്പോൾ വിളവെടുപ്പ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ രീതി ചെയ്തപ്പോൾ കണ്ടില്ലേ, നമ്മളെ നൈലോണിൻ്റെ നൂലിങ്ങനെ ക്രോസ് കെട്ടിയിട്ട് അതിലാണ് ഇതൊക്കെ പിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്ത് സുഖമാണ് വിളവെടുപ്പ്. അധികം ഹൈറ്റും ഇല്ല, നമ്മളൊരു ഹൈറ്റിൽ തന്നെ ഒതുങ്ങി കിട്ടും ചെയ്യും. അതെന്തായാലും സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട്. പയർ ഇതിലും സുഖമാണ് പറിക്കാൻ. അപ്പോൾ ഇനി ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ പടർത്താനുള്ളത് ചെയ്യുള്ളൂ. നമ്മൾ വീഡിയോ കണ്ടിട്ട് കുറേ ആളുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് എളുപ്പമാണ് പരിപാടി കണ്ടില്ല, നൂലിങ്ങനെ ക്രോസ് ഇങ്ങനെ വലിഞ്ഞു പോയതുകൊണ്ട് കറക്റ്റ് ഉണ്ട്, അതിലിങ്ങനെ പിടിച്ചു നിൽക്കും. പിന്നെ ഒന്ന് നമ്മളിതിൻ്റെ ഓരോ തലപ്പും ആദ്യം ഒന്ന് കയറ്റി ഇതിലിങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. അതൊരു പണിയുണ്ട്, ഞാൻ വീഡിയോ ചെയ്യാൻ നിന്നതിനു അത് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലൊക്കെ പടർന്നു പോയിട്ട് ഒരു ഭാഗത്തായിട്ട് കറക്റ്റ് കിട്ടൂല. തുടക്ക സമയത്ത് വള്ളികളൊന്നും നമ്മൾ കറക്റ്റ് വെച്ച് കൊടുത്താൽ പിന്നെ ബീൻസും പയറൊക്കെ കറക്റ്റായിട്ട് തന്നെ പിടിച്ചു തന്നോളൂ. നല്ല അടിപൊളിയല്ലേ. ഒരു പ്രശ്നം വരാറുണ്ട്, ഒരു നീരൂറ്റി കുടിക്കുന്ന ഒരു പ്രാണി വരുന്നുണ്ട്. അങ്ങനെ കായ് ആയിക്കുമ്പോൾ ഇതിലിങ്ങനെ നീര് വലിച്ചു കുടിക്കും. അപ്പം ബീൻസ് ഒന്നും വണ്ണം വെക്കാതെ വരും. ഭാഗ്യത്തിന് ഇപ്പം അതിൻ്റെ ശല്യം വന്നിട്ടില്ല. അത് ഈ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം ചീരക്കൊക്കെ കേട് വരുന്ന പോലെ അത് വരേണ്ടതാണ്. എന്തായാലും കുഴപ്പമില്ല, ഒന്നും വന്നിട്ടില്ല. പിന്നെ ഏറ്റവും കൂടുതൽ രോഗങ്ങളുള്ളൊരു സമയമാട്ടോ ഇപ്പം പച്ചക്കറികൾക്കൊക്കെ. വേനൽ ഒരു കുഴപ്പമില്ല, തണുപ്പുകാലം കുഴപ്പമില്ല. ഈ മഴയും വെയിലും കൂടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര രോഗം. ചീരയൊന്നും ഇപ്പം കറക്റ്റായിട്ട് കിട്ടുന്നില്ല. ഇവിടെ ഉണ്ടോ? ഈ ഒരു ഏരിയയും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റിലെത്തും കേട്ടോ. അപ്പുറം സൈഡിൽ അവിടെ നമ്മളെ ചോളുണ്ട്, അപ്പോൾ അത് കാണിച്ചു തരാം. നമ്മൾ ഇതും കൂടെ ഒന്ന് കഴിയട്ടെ. അതാണ് ലാസ്റ്റ് ഏരിയ. ഞാനങ്ങോട്ട് എത്തുന്നുള്ളൂ. ഓ, ഇതിൽ കണ്ടോ ചേനയുണ്ട്. ചേനയുടെ എൻഡിലായിട്ട് നമ്മളിതാ ചോളം നട്ടിട്ടുണ്ട്. ചോളൊക്കെ നമ്മളെ ഇതാണ് കേട്ടോ, മധുരച്ചോളം, സ്വീറ്റ് കോൺ ആണ്. അപ്പം ഇവിടെയൊക്കെ ആയിട്ടുണ്ടല്ലോ, ഇതാ കമ്പായി വരുന്നുണ്ട്. ഇതുണ്ടോ? അല്ലേ, കാണുന്നുണ്ടോ? മുകളിൽ പൂവുണ്ട്. ഇവിടെ കണ്ടോ, ഇതാ കമ്പം പിടിച്ചു വന്നുണ്ടോ? ഇതാ ആയിട്ടില്ല, പക്ഷെ നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഇവിടെ തൊട്ടടുത്ത് ഇതിലൊക്കെ 2 ആയിട്ടുണ്ട്. നല്ലതുണ്ടെങ്കിൽ ചിലപ്പോൾ 3 കിട്ടും. 2 എന്തായാലും ഉണ്ട്. ഈ ആ തലവരെ നമ്മൾ ചോളം നട്ടല്ലോ. അപ്പോൾ അതും ചേന നോക്ക്, എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വിളവെടുത്ത് വന്നപ്പോൾ നല്ല സുഖമായി. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, പക്ഷെ വിളവ് കുറവാണ്. പിന്നെ ഇത് പറയാൻ മറന്നുപോയി, ബീൻസിന് വരുന്നൊരു രോഗമാട്ടത് ഒരു മഞ്ഞളിപ്പ്. ഇത് മഗ്നീഷ്യത്തിൻ്റെ ഒക്കെ കുറവുകൊണ്ട് വരുന്നതാണ്. 1-2 ചോടിന് അങ്ങനെ വന്നിട്ടുണ്ട്. നമ്മൾ ഓർഗാനിക്കായി ചെയ്യുന്നതുകൊണ്ട് വേറെ ഒന്നും ചെയ്യുന്നില്ല, ഉണ്ടാവുന്ന അങ്ങോട്ട് ഉണ്ടാവട്ടെ എന്നുള്ള രീതിക്ക് വിട്ടതാ കേട്ടോ. ഒരു കാര്യം പറയാൻ മറന്നുപോയി, കുറച്ച് സ്ഥലത്ത് പോലെ വള്ളി കയറുന്ന സമയത്തേ വാട്ടരോഗം വന്നിരുന്നു കേട്ടോ. നമ്മൾ ക്യാബേജിനും കോളിഫ്ലവറിനൊക്കെ വരില്ലേ, തൈ വാടിപ്പോകുന്ന വരെ വള്ളിയായിട്ട് ഇവിടെ ഒന്ന് കാണിച്ചു കൊടുക്കത്. അങ്ങനെ വാടിയിട്ട് ഒന്ന് റെഡിയായി വന്നത് വള്ളീൻ്റെ ഇവിടെ. അതൊക്കെ വന്നാൽ മതി, സ്പീഡിൽ വരാൻ പറ്റില്ല. ഇത് കണ്ടോ, നല്ല കരുത്തിൽ വന്നിട്ട്. ഞാൻ വിചാരിച്ച ആരോ ഇങ്ങനെ നമ്മൾ തട്ടിപ്പോയതാ, ഉമ്മാടെ വെച്ച് ചീര ഇങ്ങനെ മുറിക്കാൻ പോയപ്പോഴേ തട്ടിപ്പോയതാന്ന് വിചാരിച്ചു. അപ്പം മുറിഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ വാട്ടരോഗം വന്നിട്ട് പിന്നെ നിന്നിട്ട് റെഡിയായി വന്നിട്ട് ഞാൻ കുറച്ച് സ്യൂഡോമോണസ് ഒഴിച്ചു കൊടുത്ത്. അപ്പം അങ്ങോട്ട് റെഡിയായി വരുന്നുണ്ട്. അത് അവിടെ ഉണ്ടായിരുന്നു 2-3 ചോടിന് അങ്ങനെ വന്നിട്ട്. അപ്പം ഇനി ഒന്നും കൂടെ ഒന്ന് നടന്നു നോക്കട്ടെ. നമ്മൾ വീഡിയോ എടുത്ത് പറിച്ചതുകൊണ്ടേ
എന്തായാലും ചിലതൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും. ഒരു തല ഒന്നും കൂടെ നോക്കിയിട്ട് വരാം. അതാണ്ടോ തുടക്കത്തിൽ തന്നെ നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. ഈ ഒരു പാകമായതൊക്കെ നമുക്ക് എടുക്കാം. ഇതിൽ മൂത്തും അപ്പം എല്ലാം ഒന്ന് നോക്കിയിട്ട് മൊത്തത്തിൽ കാണിച്ചു തരാം. അപ്പോൾ ഒരുവിധം പാകമായ ബീൻസൊക്കെ നമ്മളിതാ പറിച്ചിട്ടുണ്ട്. ഇതാ ഇത്രയുണ്ട്. നമുക്ക് എന്തായാലും ആദ്യ വിളവെടുപ്പ് തന്നെ അതാ ഇത്രയും കിട്ടിയില്ലേ. അപ്പം ഇനി അങ്ങോട്ട് ഒന്നര വിട്ട് ബീൻസ് വിളവെടുക്കാണ്ടാവും. അപ്പം ഇനി പച്ചക്കറി വാങ്ങിക്കാൻ വരുന്നവർക്ക് ഇതുപോലുള്ള നല്ല അടിപൊളി ബീൻസും കൊണ്ടുപോവാം.